KR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. PSC പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. PSCയിലേക്ക് പരീക്ഷ എഴുതുന്നതിന് മുമ്പായിട്ട് അപേക്ഷ സമർപ്പിക്കുന്ന അവസരത്തിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് അപേക്ഷ സമർപ്പിച്ചിട്ടില്ല എങ്കിൽ, അതായത് യോഗ്യതയെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് പണി വരാൻ പോകുന്നു എന്നുള്ള ഒരു വാർത്തയാണ് അറിയാൻ കഴിയുന്നത്. അതിനെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് PSC തീരുമാനിച്ചിട്ടുണ്ട്. എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഇന്നത്തെ ക്ലാസ്സിൽ വിശദമായിട്ട് ചർച്ച ചെയ്യാം. PSCയിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ പ്രസ്തുത നോട്ടിഫിക്കേഷൻ്റെ യോഗ്യത ആ നോട്ടിഫിക്കേഷനിൽ PSC കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ യോഗ്യത പറയുന്നതോടൊപ്പം തന്നെ തത്തുല്യ യോഗ്യത ഉള്ള ഉദ്യോഗാർത്ഥികളോട് പ്രസ്തുത പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിക്കാമെന്നുകൂടി PSC അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ അങ്ങനെ തത്തുല്യ യോഗ്യത എന്ന് പറയുന്നത് എന്താണ് PSC ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ PSC പറയുന്ന യോഗ്യതയ്ക്ക് തുല്യമായ കോഴ്സുകൾ അല്ലെങ്കിൽ തുല്യമായ അതുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ നിങ്ങൾ വേറെ പഠിച്ചാലും നിങ്ങൾക്ക് അതിൻ്റെ ഇക്വലൈസേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാം അല്ലേ? ഉദാഹരണമായിട്ട് ടൈപ്പ് റൈറ്റിംഗ് തസ്തികകളിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത എന്ന് പറയുന്നത് KGTA കോഴ്സാണ്. ഇപ്പോൾ KGTA കോഴ്സ് നിങ്ങൾ KGTA കോഴ്സിനകത്ത് ഉൾപ്പെടുന്ന പാക്കേജിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വേറെയാണ് പഠിച്ചതെങ്കിൽ, അതിന് തുല്യത ഉണ്ടെങ്കിൽ, അതിന് ഇക്വലൈസേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് റൈറ്റിംഗ് തസ്തികകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാം. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ പരിജ്ഞാനം DCA പോലുള്ള തസ്തികകളിൽ DCA പോലുള്ള ക്വാളിഫിക്കേഷൻ PSC പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ പറയുന്ന അവസരത്തിൽ പ്രസ്തുത യോഗ്യതയ്ക്ക് തുല്യമായ യോഗ്യത ഉണ്ടെങ്കിൽ, അതായത് ആ പ്രസ്തുത DCA പോലുള്ള കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള കോഴ്സുകൾക്ക് പാക്കേജിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ മറ്റൊരു കോഴ്സിൽ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്, ആ പാക്കേജിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ കോഴ്സിൽ പഠിച്ചിട്ടുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് അതിന് ഇക്വലൈസേഷൻ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ തസ്തികകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാം. അപ്പോൾ അങ്ങനെയുള്ള തസ്തികകളിലൊക്കെ തന്നെ ഇങ്ങനെ ഓരോ യോഗ്യതയ്ക്കും തുല്യതാ യോഗ്യതയായിട്ട് കാണിച്ച് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾ കൃത്യമായിട്ടുള്ള തുല്യത ഇല്ല എങ്കിൽ, അങ്ങനെ അപേക്ഷിച്ചതിന് ശേഷം നിങ്ങൾ കൺഫർമേഷൻ ഒക്കെ കൊടുക്കുന്ന ധാരാളം ഉദ്യോഗാർത്ഥികൾ PSCയുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മാനദണ്ഡങ്ങൾ PSC പറയുന്ന മാനദണ്ഡങ്ങൾ പാലിക്കാതെ അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കെതിരെ കർശന നടപടി എടുക്കുന്നതിനെ സംബന്ധിച്ചാണ് PSC ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരു കാരണവശാലും PSCയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പാടില്ല. അപ്പോൾ ഓരോ ഉദ്യോഗാർത്ഥികളും കൃത്യമായിട്ട് തങ്ങൾക്കുള്ള യോഗ്യത എന്താണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അപേക്ഷ സമർപ്പിക്കാവൂ എന്നാണ് സാരം. നിങ്ങൾക്ക് അപേക്ഷിക്കാൻ യോഗ്യതയില്ലാത്ത തസ്തികകളിലേക്ക് നിങ്ങൾ എന്തിനാണ് അപേക്ഷിക്കുന്നത്? അങ്ങനെ അപേക്ഷിച്ചാൽ അത് PSC വെരിഫിക്കേഷൻ സമയത്ത് നിങ്ങളെ തള്ളിക്കളയും. അപ്പോൾ അത് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, എല്ലാ ഉദ്യോഗാർത്ഥികളും, ഓരോ ഉദ്യോഗാർത്ഥികളും. അപ്പോൾ ഓരോ തസ്തിക വന്നാൽ ആ തസ്തികകളിലേക്ക് അപേക്ഷ അയക്കാൻ പറ്റിയ യോഗ്യത ഉണ്ടോ എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ആ തസ്തികകളിലേക്ക് അപേക്ഷിക്കാൻ പറ്റിയ യോഗ്യത തത്തുല്യമായിട്ടാണ് പാസ്സായിട്ടുള്ളത് എങ്കിൽ, തത്തുല്യമായിട്ട് പാസ്സായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടുള്ളതാണോ, PSC പറയുന്ന മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചുള്ളതാണോ എന്ന് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞതിന് ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ആവശ്യമുള്ള തസ്തികകളിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അപേക്ഷിക്കാൻ പാടുള്ളൂ. അല്ലാതെ നിങ്ങൾ ആ തസ്തികകളിലേക്ക് അപേക്ഷിക്കാൻ പാടില്ല. അതുപോലെ തന്നെ PSC പറയുന്ന ഏജ് ലിമിറ്റ് 18 to 36 ആണ്, അല്ലെങ്കിൽ 18 to OBCക്കാർക്ക് 39 ആണ്, അല്ലെങ്കിൽ SC STക്കാർക്ക് 41 ആണ് എങ്കിൽ ആ വയസ്സിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണ ഉണ്ടാവണം. ആ വയസ്സ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾ അതിലേക്ക് അപേക്ഷിക്കാൻ പാടില്ല. അങ്ങനെയുള്ള പലതരത്തിലുള്ള തെറ്റുകൾ PSCയിലെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള തെറ്റുകളൊന്നും വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ തെറ്റ് വരുത്തിയാൽ PSC അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്.
അപ്പോൾ ഇനിയുള്ള തസ്തികകളിലേക്കെല്ലാം തന്നെ അപേക്ഷിക്കുന്ന അവസരത്തിൽ PSC പറയുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി കൃത്യമായിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ആണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടുകൂടി തന്നെ ഈ ക്ലാസ്സുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിച്ചു ചോദിക്കാം. ഞാൻ കൃത്യമായിട്ട് മറുപടി പറയുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് സത്യസന്ധവും നീതിയുക്തവുമായ രീതിയിൽ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.